ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ കിട്ടിയ ട്രെയിനും പിടിച്ച് കൂടും കുടുക്കി എടുത്ത് പോകുന്നത് വേറെ എങ്ങോട്ടും പോയില്ല, ട്രിവാൻഡ്രത്തേക്കാണ്. അപ്പോൾ ഈ നേവിയുടെ നേവൽ ഓപ്പറേഷൻ ഡെമോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് ഒന്ന് ട്രിവാൻഡ്രത്ത് പോകണം, ഇതൊന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ ജനശതാബ്ദി, ഉച്ചയ്ക്കുള്ള ജനശതാബ്ദി കയറി കോഴിക്കോട് നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 5 മണിയോട് അടുപ്പിച്ചാണ് പരിപാടി സ്റ്റാർട്ടാവുന്നത്. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എത്രയോ നേരത്തെ ആൾക്കാർ വന്നിട്ട് അവിടെ സ്ഥലമൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, തമിഴ്നാട് സൈഡിൽ നിന്ന് വന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നട്ടപ്പൊരി വെയിലത്തും ഇതിനൊന്നും വക വയ്ക്കാതെ കുടയും ചൂടി അവിടെ ഇരുന്ന് സ്ഥലം പിടിക്കുന്നത്, കാരണം മുന്നിൽ തന്നെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്വന്തം നേവിയുടെ നമ്മുടെ പരിപാടി കാണാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രപതി ഓൾറെഡി നേരത്തെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്നില്ലേ, ഒരു യുദ്ധത്തിന് കൊണ്ടുപോകുന്ന കപ്പലുകളായിരിക്കണം, നമുക്കത്ര നോളജേ ഉള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം രാഷ്ട്രപതി വന്ന സമയത്ത് അവരൊരു ബഹുമാന സൂചകമായിട്ട് കപ്പലിൽ നിന്നിട്ട് ഒരു ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആദ്യം സ്റ്റാർട്ടായത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേവലിൻ്റെ ഓരോ പരിപാടികളായിട്ട് നേവിക്കാരുടെ പരിപാടികൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുള്ളിൽ കൂടി അവരിങ്ങനെ ഓരോരോ പരിപാടികൾ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതിങ്ങനെ നോക്കിയിരിക്കണം, എന്താ അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഷെഡ്യൂൾ ഒന്നും നമുക്കറിയില്ല. അതുപോലെ ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്താണ് മെയിനായിട്ടും ഈ പരിപാടി ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നേവി ഓഫീസേഴ്സിനും അവരുടെ ബന്ധുക്കൾക്കുമാണ്, പാസ്സുള്ളവർക്ക് മാത്രം കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടികൾ ഇതുപോലെ വലിയൊരു LED സ്ക്രീനിലായിട്ട് പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും അവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലൂടെ പരിപാടി എന്താ നടക്കണേ എന്നുള്ളത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയും ആളുകൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവർ എക്സ്പെക്റ്റഡ് ആണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും 2 മണിക്ക് ശേഷം അങ്ങോട്ട് പ്രൈവറ്റ് വെഹിക്കിൾസിന് അലൗഡ് അല്ലായിരുന്നു ആ ഏരിയയിലേക്ക്. അവിടുന്ന് KSRTC ബസ്സിന് വേണം പോകാനുണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട് ദൂരം നടക്കേണ്ട ആവശ്യവും വന്നിരുന്നു. അപ്പോൾ ഇത്രയും ആളുകളൊക്കെ വന്ന സമയം നമ്മൾ നേരത്തെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അതിനകത്ത് എത്തിയത് കൊണ്ട് നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തിരിച്ച് റിട്ടേൺ പോകാൻ പറ്റി. പക്ഷേ അവിടെ ഇതൊന്നും അറിയാതെ ഈ പരിപാടിയുടെ സമയത്തേക്ക് വന്നിട്ടുള്ളവർക്ക് റിട്ടേൺ പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്ന കഥകൾ ഇത് കാണുന്നവരും അല്ലെങ്കിൽ ഇതിന് പോയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള എക്സ്പീരിയൻസ് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നേവിയുടെ ഭാഗമായിട്ടുള്ള ഓരോ യുദ്ധത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഫൈറ്റർ ജെറ്റുകളും ഒരുപാട് യുദ്ധവിമാനങ്ങൾ, ഒരുപാട് കപ്പലുകൾ, നേവിയുടെ INS വിക്രാന്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്ന് കാണുമ്പോഴും ഇതിൻ്റെ എല്ലാം സ്പെസിഫിക്കേഷൻ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ഓപ്പറേഷണൽ ഡെമോസ്, മീൻസ് ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ കടലിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ പരിപാടി നടക്കും അല്ലെങ്കിൽ ഓരോ ഹെലികോപ്റ്റർ വരികയാണെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇത് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചിട്ട് അവർ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു പര്യടനം പോലെ കാണിച്ചു തന്നതാണ്. ഇതിനകത്ത് ഒരു ഹെലികോപ്റ്ററിൽ 2 പേര് എന്ന് വെച്ചാൽ ആർമിയിലുള്ള അല്ലെങ്കിൽ എയർഫോഴ്സിലുള്ള ഓഫീസേഴ്സ്, അല്ലെങ്കിൽ നേവിയിലുള്ള ഓഫീസേഴ്സ്, അവർ അതിനകത്ത് നിന്നിട്ട് പോയിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഈ ഹെലികോപ്റ്റേഴ്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അവരതൊക്കെ ഡ്രൈവ് ചെയ്ത് അതൊക്കെ നമ്മുടെ ശക്തി നമ്മുടെ മുന്നിൽ കാണിക്കുകയാണ്. അപ്പോൾ നേവിയുടെ നടക്കുന്നത് ഡിസംബർ 4-നാണ് ശരിക്കും നേവിയുടെ വരുന്നത്. പക്ഷേ ഡിസംബർ 5-നാണോ 4-നാണോ കറക്റ്റ് അറിയില്ല, ആ സമയത്താണ് വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് ബാക്കിലായിട്ടാണ്, എന്ന് വെച്ചാൽ ഡിസംബർ 3-നാണ് അവർ ഈ പരിപാടി കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻസ് ആളുകൾക്ക് നേരത്തെ ഇതെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ഇങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ നമുക്ക് എന്തായാലും പരസ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതറിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിരുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള INS വിക്രാന്ത്. INS വിക്രാന്തിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അത് കൊച്ചിയിൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള
ഒരു യുദ്ധത്തിന് കൊണ്ടുപോകുന്ന അത്രയും കപ്പാസിറ്റിയുള്ള ഫൈറ്റർ ജെറ്റുകളെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഷിപ്പ് യാർഡാണ് നമ്മുടെ INS ഷിപ്പാണ് നമ്മുടെ INS വിക്രാന്ത്. നമുക്ക് INS വിക്രമാദിത്യമുണ്ട്. അത് റഷ്യയിൽ നിന്ന് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ളതാണ്, അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. ഹയർ ചെയ്താലും നമ്മൾ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ മേടിച്ചെടുത്തതാണ് ഈ INS വിക്രമാദിത്യ. പക്ഷേ INS വിക്രാന്ത് പ്യുവർലി മെയ്ഡ് ഇൻ ഇന്ത്യ, അത് മെയ്ഡ് ഇൻ കേരള, നമ്മുടെ കൊച്ചിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് INS വിക്രാന്ത്. അപ്പോൾ അതിനൊക്കെ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ ആസ് എ ഇന്ത്യൻ നമുക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭൂരിഭാഗം പേർക്കും അതൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റാണ്. അതവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും അത് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അവരോരോരുത്തരും നമ്മുടെ ഈ ഫൈറ്റർ ജെറ്റ് പോകുമ്പോഴും ഈ ഹെലികോപ്റ്റേഴ്സ് പോകുമ്പോഴും ഒക്കെ അവരത് വളരെ നല്ല രീതിയിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ INS വിക്രാന്ത് നിന്ന് ഇതുപോലൊരു ഫൈറ്റർ ജെറ്റ് പോയി അത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും വിക്രാന്തിലേക്ക് വന്നിട്ട് അവിടുന്ന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നൊരു സീനും കൂടി അവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുള്ള, എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ചിലപ്പോൾ ഉണ്ടായിരിക്കണം, അതിൽ കുറച്ച് ഭാഗം മാത്രമേ നമുക്കിപ്പോൾ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു വളരെ പ്രൗഡ് മൊമെൻ്റാണ്. സത്യം പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ എങ്ങനെ കാണാൻ പറ്റുമെന്നൊരു യാതൊരുവിധ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഡയറക്റ്റ് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റി എന്നുള്ളത് തന്നെ എനിക്ക് വളരെ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഹെലികോപ്റ്റർ ത്രൂ ആൾ പോകുന്നത്. മീൻസ് ഈ നമ്മൾ എവിടെയെങ്കിലും വെള്ളത്തിൽ പെട്ടുപോയാലൊക്കെ നമ്മൾ ആളുകളെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ ഡെമോ കൂടെയാണ് കേട്ടോ അത്. അപ്പോൾ അവിടുന്ന് അവരിങ്ങനെ റെഡ് കളറിൽ ആ ഒരു സ്മോക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിങ്ങനെ കാണാൻ പറ്റും. ഈ കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഓപ്പറേഷണൽ ഡെമോ ആണെങ്കിൽ കൂടിയും നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ അവരിത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ നല്ലൊരു കോർഡിനേഷൻ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അനങ്ങുന്നുണ്ടോ എന്ന് പോലും കണ്ടിട്ടുണ്ട്. ശരിക്കും 2 ആർമി ഓഫീസേഴ്സാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സാധാ നോർമൽ ഫ്ലൈറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി ഇത് എങ്ങനെയാണ്, എന്തൊരു ടൈപ്പ് ഓഫ് ജെറ്റാണ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ നോർമൽ ഫ്ലൈറ്റ് പോകുന്ന പോലെ, പക്ഷെ അതൊന്നും ഇതുപോലെ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ കടലിൽ തന്നെ അവർ പോയിൻറ്റ്സ് വെച്ചിട്ട് ഇതിന് മുന്നേ ഇതിൻ്റെ ട്രയൽ നോക്കിയിരുന്ന സമയത്ത്, കാരണം ഡെമോയുടെ ട്രയൽ നോക്കുന്നതിന് മുന്നേ ഇത് ബ്ലാസ്റ്റ് ചെയ്തിട്ട് അവരതിനെ എങ്ങനെയാണ് അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു ട്രയൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അത് കാണാൻ പറ്റിയില്ല. ഡെമോയുടെ സമയത്ത് അങ്ങനെ അതൊരു ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇതിങ്ങനെ പാരച്യൂട്ടിൽ അവരിങ്ങനെ ഇതുപോലെ ആകാശത്ത് പരുന്നും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്കിത് ക്യാപ്ചർ ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻസും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് സ്ക്രീനിൽ കാണുമ്പോഴാണ് അവരത് അവിടെ ലാൻഡ് ചെയ്തിട്ട് അവർ ഈ പാരച്യൂട്ടൊക്കെ മടക്കി വെച്ചിട്ട് തിരിച്ചു പോകുന്നതും അവരെങ്ങനെയാണത് ചെയ്യുന്നത്. കാരണം ഇത് ചെയ്യുന്ന ഓരോരുത്തരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൽ തന്നെ അറിയാതെ വെള്ളം വരുന്നതാണ്. നമ്മൾ അറിയാതെ അവർക്ക് വേണ്ടി ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ പറയുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകും. മീൻസ് അവർ ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റാണ്. അവർക്കൊക്കെ എല്ലാ കാലത്തും അവരൊക്കെ ധൈര്യത്തോടെയും ആരോഗ്യത്തോടെയും കരുത്തോടെയും ദീർഘായുസ്സോടെ ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനൊരു മൊമെൻറ്റ്സാണ്, അങ്ങനൊരു ഫീലാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ പിന്നെ കുറേ കപ്പലുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും റഡാർസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് അറിയില്ല. പക്ഷേ എന്താണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഹസ്ബൻഡും മോളായത് ഇന്ത്യയുടെ ഒരു നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കതൊരു നല്ലൊരു ഫീലായിരുന്നു. അതുപോലെ ഹെലികോപ്റ്റർ കപ്പലിലേക്ക് ലാൻഡ് ചെയ്യുന്നത്, അങ്ങനെ ഓരോ മീനിങ്സ് നമ്മൾ ഹൈജാക്ക് ചെയ്യപ്പെട്ട് നമ്മളെങ്ങനെ കപ്പലിലേക്ക് ലാൻഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഡെമോ എന്ന് അവരിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നേവിക്കാർക്കാണെങ്കിൽ പോലും ഈ പരിപാടി കണ്ടക്ട് ചെയ്തതിൽ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ക്രൗഡിനും ഈ പൊതുജനങ്ങൾക്കും ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട്, ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. മീൻസ് KSRTC ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ഒരു ഏരിയ വരെ ഇത്ര പോയിന്റ് വരെ KSRTC ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് വീണ്ടും നടക്കേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ട് ഇതിനുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ കപ്പൽ ഇതിൽ ഫ്രണ്ടിൽ നിൽക്കാനുണ്ടായിരുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്, ആൾക്കാർ അവിടെ ശരിക്കും പറഞ്ഞാൽ കച്ചവടക്കാർക്കും അതൊരു നല്ലൊരു
ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവരുടെ ബിരിയാണി കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ടായിരുന്നു, വെള്ളം, സ്നാക്സ്, ഈ സോഡ, ലൈം, അങ്ങനെ കുറേയൊക്കെ ഒരുപാട് സാധനങ്ങൾ ആൾക്കാരിത് നേരത്തെ കണ്ടറിഞ്ഞ് ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ആൾക്കാരിത് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ തൊട്ട് വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച്, അല്ലെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് ഒരു അടി പോലും അനങ്ങാതെ അവിടെ തന്നെ ഇരുന്ന് കഴിച്ച്, ഇതൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഊർജ്ജസ്വലതയോടെ വന്നവരുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങളും അങ്ങനെയാണ്, എൻ്റെ കുട്ടികളെയും കൊണ്ടാണ് പോയത്. അപ്പം ഞാനിവിടെ ശരിക്കും നേരിട്ട് എനിക്ക് ഈ ട്രെയിൻ കയറുമ്പോൾ എനിക്ക് യാതൊരുവിധ ഉറപ്പുണ്ടായിരുന്നില്ല എന്താവും എങ്ങനെയാകുമ്പോൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കാണണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പോയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റേഴ്സ്, നേവിയുടെ കയ്യിലുള്ള ഹെലികോപ്റ്റേഴ്സ് അവർ ഓപ്പൺ ഹെലികോപ്റ്റേഴ്സ് ആണെങ്കിൽ അതിന്ന് നമുക്ക് തിരിച്ച് നമ്മൾ വേവ് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളെ വേവ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും അത് വേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര അവരിങ്ങനെ പറയും, ഞാൻ വലുതായിട്ട് നേവി ഓഫീസർ, ഇതുപോലെ ഫൈറ്റർ ജെറ്റൊക്കെ പറത്തും. അങ്ങനെ ഒരു കുട്ടികൾക്കാണെങ്കിൽ പോലും ആസ് ആൻ ഇന്ത്യൻ നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് വേണ്ടി ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇന്നൊരു വിഭാഗം നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെ ഇതുപോലത്തെ ഒരു ഡേയുടെ പ്രത്യേകത. എനിക്ക് അതിന് എല്ലാവരും മുന്നിലും കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഈ നേവി ഡേ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇയറിലും അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈമിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുമ്പോൾ നേരിട്ട് പോയി കാണാൻ പറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആക്ച്വലി നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് നേരിട്ട് പോയതിൽ അന്തർവാഹിനിയാണ് കേട്ടോ. ഇത് നേരിട്ട് നമ്മൾ കാണും. നമുക്കിത് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കൂടി കാണുന്ന സമയത്ത് നമുക്കതൊരു എന്താ പറയുക, ഇപ്പോൾ ഈ കാണുന്ന സമയത്ത് നമുക്കത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള ഇങ്ങനൊരു അന്തർവാഹിനി ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് തന്നെ അതൊരു വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതിലും കൂടുതൽ കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം, അറിയില്ല, കൂടുതലായിട്ട് എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരാൻ പറ്റിയ നേവിക്കും അതിനുവേണ്ടി പഠിച്ച പോലീസുകാർക്കും നമ്മൾ പഠിക്കുന്ന അവിടെ ട്രെയിനിങ്ങിന് ഇരിക്കുന്നവർ തൊട്ട് എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സ്മൂത്താക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കവിടെ വേറൊരു ഡിഫക്റ്റായിട്ട് തോന്നിയൊരു വേസ്റ്റ് ബിൻ അവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്ന കണ്ണാന്തുറ ബീച്ച് ആൻഡ് വെട്ടുകാട് ചർച്ചിൻ്റെ അവിടെയൊന്നും ഈ വേസ്റ്റ് ബിൻസ് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. ചോദിച്ചപ്പോഴും അവർ പറഞ്ഞ ഏതോ ഒരു പോയിന്റിലുണ്ടെന്നാണ്. പക്ഷെ അതും കൂടി വേണമായിരുന്നു. പക്ഷെ അവിടെ ലാസ്റ്റിലായിട്ട് കുടുംബശ്രീയുടെ കുറച്ച് ചേച്ചിമാർ നിൽക്കുന്നതുകൊണ്ട് മേ ബി അവരത് ക്ലീൻ ആക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ പരിപാടി എന്താണെങ്കിലും വിചാരിച്ച പോലെ ഈ നടന്നു എന്നൊരു ബുദ്ധിമുട്ട് ചിലർക്കെല്ലാം മെജോറിറ്റിയും പേഷ്യൻസിനുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ നേവിയുടെ ഓപ്പറേഷൻ ഡെമോ. അത് കേരളത്തിൽ നടന്ന സമയത്ത് നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഇല്ല, എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാനിത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പായ്ക്കപ്പിൽ പോലെയുള്ളത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വൽ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ രാത്രി ആയ സമയത്ത് കുറച്ച് കപ്പലുകൾ വന്നിട്ട് ഇതുപോലെ കുറച്ച് ഫയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്നാണത്, നമുക്ക് ഒരു നേരത്തെ അനൗൺസ്മെൻ്റ് ഒന്നും കിട്ടില്ല. അത് അവർ വന്നതുപോലെ നമ്മളാരും അറിഞ്ഞില്ല. പെട്ടെന്നാണ് ഈ ഒരു എന്താ പറയുക കുറച്ച് കപ്പലുകൾ ലൈറ്റായിട്ട് വന്നിട്ട് അവരതെന്തെങ്കിലും ചിലപ്പോൾ ലാസ്റ്റായിട്ട് ഫൈനലായിട്ടുണ്ടായിരുന്ന ഒരു മടക്കം പോലെ ഉണ്ടായിരുന്ന ഒരു പരിപാടി ആയിരിക്കും അത്. അങ്ങനെ ഒരു ഫയറിങ് കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു നേവിയുടെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഫയർ വർക്ക്സും കൂടി ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാൻ. ഈ കപ്പൽ കുറേ നേരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് ലൈറ്റ്സൊക്കെ ഓഫാക്കിയിട്ട് അവർ പിന്നെ പോകാൻ നേരത്ത് ലാസ്റ്റ് നേവിയുടെ കുറച്ച് പരേഡും ഡാൻസും അങ്ങനെ അവരുടെ കുറച്ച് അച്ചടക്കപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവരുടെ കുറച്ച് എന്താ പറയുക ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഓരോ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റാണ് ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം അമ്പലങ്ങളിൽ നമ്മുടെ ഉത്സവങ്ങളിൽ പോയി കാണുന്ന ഒരു ഫീലും നമ്മുടെ നേവിയുടെ പരിപാടിക്ക് പോയി കാണുന്നൊരു ഫീലും ഫയർ വർക്ക്സ് ആണെങ്കിൽ പോലും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അവരെല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിന് നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിനും സന്തോഷമുണ്ട് കേട്ടോ.